ഹായ് ഗൈസ്. ഹായ് ഗൈസ്. എൻ്റെ പേര് നീത. എൻ്റെ പേര് വൈക. ഞങ്ങൾ ഇവിടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറേ പേരായി ഞങ്ങളോട് ചോദിക്കണു ഇത് ഒറിജിനൽ മുടിയാണോ എന്ന്. സത്യമായിട്ട് ഞങ്ങൾ ഒറിജിനൽ മുടിയാണ് കേട്ടോ. പിന്നെ ചിലവർ ചോദിച്ചു ഞങ്ങൾ ഏത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണേന്ന്, പിന്നെ മുടി കൊഴിയാണ്ടിരിക്കാൻ എന്താ മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ അവർക്കെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ആ 2 പെൺകുട്ടികൾക്ക് എൻ്റെ മോനും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കാച്ചി വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു, അതുകൊണ്ട് എന്തായാലും ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കാച്ചണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് ഇതിൽ ചേർക്കണേന്നും പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വൈകുമോളോ ഓരോന്നായിട്ട് എടുത്തുതന്നെ. ഇത് വേപ്പില കേട്ടോ. വേപ്പില എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് വേപ്പിലാണ് കേട്ടോ. മുടി കറുക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് തുളസി. ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ, ഞങ്ങളുടെ അവിടെ ഇത്രയേ ഉള്ളൂ തുളസി. ഇതിൽ കൂടുതൽ കിട്ടാന്ന് വെച്ചാൽ അത് ചേർക്കണതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. തുളസി ചേർക്കണത് കുട്ടികൾക്ക് ജലദോഷമൊന്നും വരാണ്ടിരിക്കാനായിട്ട് ഞാൻ കൂടുതൽ ചേർക്കണത്. കണ്ടാ തുളസി. ഇത് കണ്ടിട്ടുണ്ടാവും, കക്കിന വേപ്പിൻ്റെ ഇല. പിന്നെ ഇത് മൈലാഞ്ചിയാണ് കേട്ടോ. മൈലാഞ്ചി കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ കുറച്ചിനൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. മൈലാഞ്ചി, കക്കിന വേപ്പിൻ്റെ ഇല കേട്ടാ. ഇത് ചുവന്നുള്ളി. ഇത് നമ്മുടെ തലയിൽ നമുക്ക് ചൊറിച്ചില് അങ്ങനൊക്കെ വരില്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ചുവന്നുള്ളി ഉപയോഗിക്കുന്നത്. പിന്നെ ചുവന്നുള്ളി വലുതാണ്, അപ്പം അത് കുഞ്ഞിതാക്കിയിട്ടൊക്കെ കേട്ടോ ചേർക്കുക. ചിലവര് മിക്സിയിൽ അടിച്ച് ചേർക്കും, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ, ചുവന്നുള്ളി. പിന്നെ ഇത് നെല്ലിക്ക നല്ലതാന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പം നെല്ലിക്ക ഞാൻ ചേർക്കട്ടെ, കിട്ടാണിച്ചാൽ നെല്ലിക്ക ചേർക്കാം. ഇത് ഞാൻ മുമ്പ് ചെറുതാക്കി നന്നാക്കി വെച്ചതാണ് കേട്ടോ. കഴുകണം കേട്ടോ, എല്ലാം കഴുകിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. എല്ലാതും ചുവന്നുള്ളി ആയാലും ചെമ്പരത്തി ആയാലും ഒക്കെ നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ. വാല് വെച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷം കേട്ടോ. ചെമ്പരത്തി ഞങ്ങൾക്ക് കിട്ടാനില്ല കേട്ടോ. കാരണം കൊമ്പൊക്കെ വെട്ടി ഇപ്പോഴാണ് വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോൾ കാച്ചേണ്ടത് ഓർമ്മ വന്നത്. പിന്നെ വേറെ സ്ഥലത്തൊന്നും കാണാനും ഇല്ല. ഇത്ര കിട്ടിയിട്ടുള്ള ചെമ്പരത്തി. അപ്പം ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയിൽ നമുക്കിത് കഴുകിയതാണ് കേട്ടോ. ചെമ്പരത്തിയും കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇതൊക്കെ കളഞ്ഞ് നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. മുട്ടെടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ മുട്ട്. ഇത് നമ്മുടെ വീട്ടിലത്തേണ് കേട്ടോ, അതിന് കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചെമ്പരത്തി എത്ര കിട്ടണോ അത്രത്തോളം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് കുറവാ കിട്ടിയത്. ഇതാണ് കേട്ടോ കച്ചാർ വാഴ, അലോവേര ജെൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മുഖത്തിടാനൊക്കെ ഉപയോഗിക്കും. ഇതാണ് കച്ചാർ വാഴ. ഇതൊരു അല്ലി നമ്മളിങ്ങനെ മുറിക്കും. അതായത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കും. കണ്ടാ, ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതിലൊരു പശപ്പ് ഉണ്ടാവും, ഒരു മഞ്ഞ ജെല്ല് കണ്ട, അങ്ങനെ ഒരു ജാതി. അത് നമുക്ക് കളയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു പാത്രത്തിൽ ഇതിങ്ങനെ മുറിച്ചിട്ട്, ഞാനത് സാധാരണ ചെയ്ത് മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കും. കണ്ട, ഇങ്ങനെ മുറിച്ചിട്ട് നന്നായി കഴുകണം കേട്ടോ. ഈ മഞ്ഞ സാധനം നമ്മൾക്ക് ചിലവർക്ക് അലർജി വരും, അതാണ് നന്നായി കഴുകണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ജെല്ല് കണ്ട, ഈ ജെല്ല് നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കാട്ടാ. ഞാൻ ജെല്ല് മാത്രമാണ് എടുക്കാറ്. ചിലവർ ഫുള്ള് എടുക്കുമ്പോഴത്തെ കണ്ട ഒരെണ്ണത്തിൻ്റെ എടുത്തതിന് കണ്ട ഇങ്ങനെ കിട്ടും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നാളികേരില്ലേ, അത് ആട്ടിയിട്ട് കിട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. കണ്ട, പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ മായല്ല വെളിച്ചെണ്ണയിലൊക്കെ. ഇതാവുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ് താനും. ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാറ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഉരുളി തീ കത്തിക്കാം. നമുക്കിത് ഉരുളിക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. കാരണം വെളിച്ചെണ്ണ തിളയ്ക്കാനായിട്ട് ഞാൻ നിൽക്കാറില്ല കേട്ടോ. അതിന് മുമ്പ് എണ്ണ വെളിച്ചെണ്ണയായിട്ട് അതൊന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന അതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം വേപ്പിലാട്ടാ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ചക്കന വേപ്പിൻ്റെ ഇല, മൈലാഞ്ചി, തുളസി, കൃഷ്ണ തുളസിയാണ് കേട്ടോ, തുളസി, നെല്ലിക്ക, ചുവന്നുള്ളി, ചെമ്പരത്തി, കച്ചാർവാഴ. ചിലവര് വേറെ കുറെ സാധനങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇത് മാത്രം ഉപയോഗിക്കാറുള്ളൂ. വേറെ വലുത് ഉപയോഗിച്ച് മുടി കൊഴിയുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഞാൻ കൊല്ലങ്ങളായിട്ട് ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനേക്കാളും കുറേ മുടി ഉണ്ടായിരുന്നു, പ്രസവത്തിൽ മുടി പോയതാണ് കേട്ടോ. എന്നാലും ഇത്രയും ഉള്ളത് ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ. കാരണം ഈ വെളിച്ചെണ്ണ കാച്ചി തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം മക്കൾക്കായാലും 3 ആൾക്ക്, എൻ്റെ മോനായാലും ഈ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുക. അപ്പം നമുക്കിതിങ്ങനെ നന്നായി ഇളക്കാം കേട്ടോ. ഇതിലെല്ലാതും നന്നായി വെളിച്ചെണ്ണ മൂക്കണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടാ. നന്നായി ഇളക്കിയോളോ. പിന്നെ ഈ വെളിച്ചെണ്ണ കാച്ചണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം കേട്ടോ. കാരണം ഒരു എന്താ പറയുക, അത്യാവശ്യം നേരം വേണം ഇത് നായി കിട്ടണമെങ്കിൽ. നന്നായി ഇളക്കി നിൽക്കണം. അപ്പം ഇത് ചിലവർക്കൊന്നും ക്ഷമയുണ്ടാവില്ല. പിന്നെ നമ്മുടെ മുടിയുടെ കാര്യമാണല്ലോ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാൻ പിന്നെ ഈ വെളിച്ചെണ്ണ അരമണിക്കൂറാണ് തേച്ച് നടക്കൂട്ടാ. അത് തേച്ചിട്ട് ഓരോ പണിയോട് എടുക്കുക. പിന്നെ മക്കൾക്ക് 15 മിനിറ്റൊക്കെ ഞാൻ തേച്ച് കൊടുക്കാറുള്ളൂ. പിന്നെ സ്കൂളിൽ തുറന്നാൽ പിന്നെ അതിന് നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പം 15 മിനിറ്റിന് അവർ സാധാരണ തേക്കാറുള്ളൂ. ഇനി വെളിച്ചെണ്ണ മൂക്കണ വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. വെളിച്ചെണ്ണ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത ചുവന്നുള്ളിയുടെ നിറമൊക്കെ കണ്ട ചേഞ്ച് ആയിട്ട് വരണ്ട. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ ചൂടും സ്വതവേ പുഴുക്കാണല്ലോ, ഞാനും വിയർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു 8ന്റെ പണിയാണ് ഗായ്സ്. പിന്നെ നമ്മുടെ മുടിയുടെ കാര്യമായ കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദേ നോക്കിയേ, ചുവന്നുള്ളിയും നെല്ലിക്കും ഒക്കെ മുരിഞ്ഞിട്ടുണ്ട് കണ്ടാ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ഇതിൽ ഈ വെളിച്ചെണ്ണയുടെ ചൂട് തട്ടിയിട്ട് ഒന്നുകൂടിയും ചുവന്നുള്ളിയൊക്കെ മുരിയ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടിട്ട് ഗായ്സ്. ഇനി നമുക്കിത് ഇത്തിരി നേരം കഴിയുമ്പോഴേ നമുക്ക് ഇപ്പോൾ അരിപ്പുണ്ടെങ്കിൽ, അരിപ്പലല്ല, ഞാൻ വെള്ളത്തുണി എടുത്തിട്ട് അത് ചുറ്റി നമ്മളിത് അരിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അത് അരിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചൂടാറുമ്പോൾ നമുക്കിത് ഏത് പാത്രത്തിലാണ്, ചില്ല് കുപ്പിയിലൊക്കെ ആക്കാവും നല്ലത്. ജഗ്ഗിൽ അങ്ങനെ മാറ്റി വെക്കാട്ടെ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് നന്നായി അമർത്തി പിഴിഞ്ഞെടുക്കാട്ടെ. ഇതിൽ ഇനിയും വെളിച്ചെണ്ണയുണ്ട്. അപ്പം നമുക്ക് നന്നായി അമർത്തുമ്പോൾ ഇങ്ങനെ കണ്ടാ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിൽ കുറേ നാളിരിക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ കുറേ നാളിരിക്കുമ്പോൾ ഒരു കാറമണം വരില്ലേ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടി, നാശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്ന് കുരുമുളകില്ലേ, അങ്ങനെ ഉണക്ക കുരുമുളക്, അതിൽ നിന്നൊരു 2-3 മണി മതി കേട്ടാ. അതെ, 2-3 മണി നമുക്ക് ഇതിൽ ഇട്ടേക്കാട്ടാ. ഓക്കെ. അപ്പം ഇതിൽ കുറേ നാളിരുന്നോളും. 3-4 മാസം ഇരിക്കും കേട്ടോ. ഞാൻ 3-4 മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത വെളിച്ചെണ്ണ കാച്ചാറുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ഇടുന്നില്ല, കാരണം ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. എന്താ നിറം കണ്ട, കുപ്പിയിലാക്കി വെച്ചത് കണ്ട നിറം ഇങ്ങനെയായിരിക്കും നിറം വരാട്ട്. ഇതിൻ്റെ കണ്ട. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്.
ഇപ്പം ഞാൻ ഒരുവിധം എല്ലായിടത്തും വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടാ. മുടി നന്നായി ചെട തീർക്കണം കേട്ടോ. ഇപ്പം എൻ്റെ മോളുടെ മുടിയിൽ നന്നായി ചെടിയുണ്ട്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോളിട്ട കുഞ്ഞുമോള് ദുർഗ. മുടി കണ്ട, നന്നായി മുടിച്ചെട തീർത്തതിന് ശേഷം വേണം വെളിച്ചെണ്ണ നന്നായി പരട്ടാനായിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ മൂന്നാമത്തെ മോൻ ഗൗതം. ഉണ്ണിമോന് ഈ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തേക്കുക. എല്ലാവരും